നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹുവിനോട് നിങ്ങൾ ആരോഗ്യം ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരോഗ്യം ചോദിക്കുന്നവരോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഗർഭകാലത്തെ പെണ്ണുങ്ങളെ മൊബൈൽ ഉപയോഗിച്ചാൽ അത് കുട്ടികളുടെ അനാരോഗ്യം ബാധിക്കും. കുട്ടികളിൽ നല്ലൊരു ശതമാനത്തിന് ക്യാൻസർ ആണ്. പല ജാതി രോഗങ്ങളെ, ശാസ്ത്രത്തിന് പരിചയമില്ലാത്ത രോഗങ്ങളിലാ കുട്ടികൾ ജനിക്കുന്നത്. എന്തുകൊണ്ട്? കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ദോഷമാണ്, പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ ദോഷമാണ്. പെണ്ണുങ്ങളെ നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇത് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ നശിപ്പിച്ച് കളയാണ് ഒരു ദോഷം. രണ്ടാമത്തെ ദോഷം എന്താ? അത് ആത്മീയമായി കുട്ടികളെ നശിപ്പിച്ച് കളയും. ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. കുട്ടികളെ തല്ലൊന്നും ആവശ്യമില്ല. ഉമ്മ ഗർഭകാലത്ത് സ്വാലിഹത്തായി ജീവിച്ചാൽ ഒരളവോളം കുട്ടി സ്വാലിഹാകും. തല്ലാഞ്ഞിട്ട് കുട്ടി മോശമാകുകയാണെങ്കിൽ മോശമാകേണ്ടത് ഹസനും ഹുസൈനുമാണ് റളിയല്ലാഹു അൻഹു. ഒരാളും തല്ലിയിട്ടില്ല, നിങ്ങളിൻ്റെ കൂടെ ഇല്ല. തല്ലാതെ വളർത്തിയ കുട്ടിയാണ് ആരും ഹസനും ഹുസൈനും. അങ്ങനത്തെ കുട്ടികൾ ദുനിയാവിലില്ല. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളെ നേതാവാണ് ഈ രണ്ട് കുട്ടികൾ. ആരും ഹസനും ഹുസൈനും അടിച്ചിട്ടില്ല. ഈ കുട്ടികൾ അടിച്ചിട്ടില്ല. പിന്നെന്റെ ബാപ്പാന്റെ നന്മ ഉമ്മാന്റെ നന്മ, ബാപ്പാന്റെ ഉമ്മാന്റെയും നന്മയല്ലാതെ ഒന്നും ആ ബാപ്പാക്കും ഇല്ല, ഉമ്മാക്കും ഇല്ല. ആ കുട്ടികളെ പോലത്തെ കുട്ടികളെ ആ വല്യാപ്പാക്ക് തീരെയില്ല. വല്യാപ്പാൻ നിങ്ങൾക്ക് അറിയാലോ, മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഈ കുട്ടികളെ പറ്റി ഹബീബാ നബി പറഞ്ഞത്? സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് ഈ രണ്ട് മക്കൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പെണ്ണുങ്ങളെ നിങ്ങൾ ആ പഴയകാല നന്മയിലേക്ക് തിരിച്ചു വരണം. അത് തിരിച്ചു കൊണ്ടുവരണം. ഗർഭകാലം മാത്രമല്ല, ഏത് കാലവും ഒരു അത്യാവശ്യത്തിന് ഒരു ഫോൺ ഉപയോഗിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്. അതിലെ കളി ദയവായി അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് കുട്ടികളെയും അവരാത്മീയമായ വളർച്ചയെയും എതിരായി ബാധിക്കും. പിന്നെ മദ്രസയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. 10 ക്ലാസ് മദ്രസയിൽ പഠിച്ചിട്ടും അവസാനം മൂല്യരെ ചീത്ത പറയും. മനസ്സിലായില്ല? അവസാനം മൂല്യരെ ചീത്ത പറയും. എന്ത്? 10ാം ക്ലാസ് പഠിച്ചിട്ട് എൻ്റെ കുട്ടി നന്നായിട്ടില്ല മൂല്യരെ. കുട്ടികൾ നന്നാവാൻ കുട്ടികളെ അടിസ്ഥാനത്തിൽ തന്നെ പിഴവ് പറ്റിയിട്ടുണ്ട്. ഈ കുട്ടി എവിടുന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്? ഉമ്മാന്റെ വയറ്റിന്ന്. പിന്നെ ഞാൻ മദ്രസയിലെ മൂല്യർക്ക് എങ്ങനെ നന്നാക്കാൻ കഴിയും? നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അള്ളാന്റെ റസൂല് മദ്രസയിൽ നല്ല കുട്ടി പരാജയപ്പെടുക. കുട്ടി എവിടുന്ന പരാജയപ്പെടുക? ഉമ്മാന്റെ വയറ്റിന്ന്. വിജയിക്കൽ എവിടുന്ന? ഉമ്മാന്റെ വയറ്റിന്ന്. അത് രണ്ടും ഉമ്മാന്റെ വയറ്റിന്ന്. ആര് പറഞ്ഞു? മുത്തുനബി. എവിടെ ഉണ്ടായിരുന്നത്? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അത് വിശ്വാസമില്ലാത്തൊരു പിന്നെ വെറുതെ നേരം മഞ്ഞം കൊണ്ടിരിക്കണ് അല്ല, വെറുതെ നേരം മഞ്ഞം കൊണ്ടിരിക്കണ്. നമ്മൾ അതിന്റെ ആളുകളാണല്ലോ. പറയാ അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ ബുഖാരിമാൻ പറഞ്ഞാൽ മതിയല്ലോ, മുസ്ലിമാൻ പറഞ്ഞാൽ മതിയല്ലോ. അവര് പറഞ്ഞിട്ടുണ്ട്, വിജയവും പരാജയം നടക്കുന്നത് എവിടുന്നല്ല, എവിടുന്നാണ്? ഉമ്മാന്റെ വയറ്റുന്നാണ്. വിജയിച്ചവര് ഉമ്മാന്റെ വയറ്റത്ത് വിജയിച്ച്, പരാജയപ്പെട്ടവര് ഉമ്മാന്റെ വയറ്റിൽ തന്നെ പരാജയപ്പെട്ട്. ഇനി മദ്രസയിലെ മൂല്യരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ മദ്രസയിലെ മൂല്യർക്ക് എന്താ കഴിയുക? ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വിജയിച്ച് വന്ന കുട്ടിയെ ഓർമ്മപ്പെടുത്തി നന്നാക്കുക. പരാജയപ്പെട്ട കുട്ടിയല്ല. എങ്ങനത്തെ കുട്ടി? പറയ്. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വിജയിച്ച് വന്ന കുട്ടിയെ വിജയിച്ചു വന്ന കുട്ടിയെ ഓർമ്മപ്പെടുത്താൻ മാത്രമേ ആർക്ക് കഴിയുള്ളൂ. മൂല്യരെ 1.5 മണിക്കൂർ. മൂല്യർക്കാകെ 1.5 മണിക്കൂറല്ലേ? അല്ല, നമ്മൾ 10ാം ക്ലാസ് എന്ന് പറഞ്ഞ മണിക്കൂറൊന്ന് കൂട്ടി. ആകെ മൂല്യർക്ക് കുട്ടിയെ കിട്ടുന്ന 1.5 മണിക്കൂറാ. ആകെ അതിൽ അറ്റൻഡൻസ് എടുക്കണം, അതിൽ പല ജാതി വിഷയങ്ങൾ കുട്ടിക്ക് പഠിപ്പിക്കണം. അതിന്റെ അപ്പുറം തരൂല, അതിന്റെ അപ്പുറം ഉണ്ടാവില്ല. കുട്ടി മദ്രസയിലേക്ക് ബുക്കും കൊണ്ടുപോകും, അതിന് ഇങ്ങോട്ട് തന്നെ വരും ചെയ്യും. എന്തുകൊണ്ട്? നേരല്ല. അപ്പോഴത്തിന് സ്കൂൾ ബസ് വരാനായി. അങ്ങനെ തന്നെയല്ലേ? ഒരു മദ്രസ യോഗത്തിന് പോയാല് ഉസ്താദുമാര് പ്രസംഗിക്കാൻ വേണ്ടി എന്താ ഇവിടെ പ്രസംഗിക്കേണ്ടതെന്ന് ഉസ്താദ്മാരോട് ചോദിച്ചാൽ ഉസ്താദ്മാർ വേഗം എന്നോട് പറയാറുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഉസ്താദെ, കുട്ടികളെ
കൊണ്ടുവന്നാക്കിൻ്റെ അപ്പം തന്നെ അവര് അവിടെ തന്നെ നിൽക്കരുത് എന്നൊന്ന് പറയണേ. മനസ്സിലായില്ല? കുട്ടികളെ മദ്രസയിൽ കൊണ്ടുവന്നാക്കിയിട്ട് ബാക്കിയുള്ളവരും അതിൻ്റെ മദ്രസയുടെ സൈഡിൽ കാത്തിക്കുക. അറ്റൻഡൻസ് കഴിഞ്ഞാൽ പറയും തിരിച്ചു മുടക്കി കൊണ്ടുപോകും. കുട്ടിക്ക് ട്യൂഷനാണ്, കുട്ടിക്ക് സ്കൂൾ ബസ് വരാനായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ. പിന്നെ ഈ മൂല്യർക്ക് ഇതെങ്ങനെ നന്നാക്കാൻ കഴിയും? അല്ലെങ്കിലും കഴിയില്ല. ഉമ്മാന്റെ വയറ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ കാലഘട്ടമാണ്. നന്നാകണോര് അവിടുന്ന് നന്നാവും, പരാജയപ്പെടുന്നവര് അവിടെ പരാജയപ്പെടും. അല്ല, ഇത് വളരെ മറക്കാതെ ശ്രദ്ധിക്കേണ്ട വർത്തമാനാണ് കേട്ടോ. അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, നന്നാകണോര് ആലമുല്ലർവായെന്ന് നന്നായി, മോശപ്പെട്ടൊരു ആലമുല്ലർവായെന്ന് മോശപ്പെട്ടു എന്നല്ല. നന്നാകണൊരു ഭൂമിയിൽ നിന്ന് നന്നായി, മോശപ്പെട്ടു എന്നല്ല. പിന്നെ എന്തേ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നന്നാകണവരൊക്കെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് നന്നാവും, മോശപ്പെട്ടവരൊക്കെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് തന്നെ മോശപ്പെടും. അപ്പൊ ഈ നന്നാവലിന്റെയും മോശപ്പെട്ടവന്റെ ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് ഏത് കാലഘട്ടം? ഏത് കാലം? ഗർഭകാലം. അത് തന്നെ. ഇതിൽ കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. അത് സിനിമയും തോന്നിയാസം കണ്ട് നടക്കുന്ന ആളുകൾക്ക് ആ കുടുംബത്തിൽ നിന്ന് അങ്ങനത്തെ മക്കളെ വരുള്ളൂ. കേരളത്തിലെ ഒരു പ്രഗത്ഭനായ മുസ്ലിമായ സിനിമാ നടൻ മരിച്ചു. ഒരിക്കൽ കേരള ചരിത്രത്തിൽ ഒരിക്കൽ. പിറ്റേ ദിവസം പത്രത്തിന് അഭിമുഖം കൊടുത്തു ഈ സിനിമാ നടന്റെ മുസ്ലിം നാമധാരിയായ മകൻ. എന്താ അഭിമുഖം? എൻ്റെ പിതാവിനോട് ദൈവം ക്രൂരത കാട്ടി. അതാണ് പിറ്റത്തെ പത്രവാർത്ത. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? കേരളത്തിലെ ഒരു മുസ്ലിം നാമധാരിയായ സിനിമാ നടൻ മരിച്ചു. അതേതാണെന്നൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട, നിങ്ങൾ പറയണില്ല. ഒരു സിനിമാ നടൻ മരിച്ചു. പിറ്റേ ദിവസം സിനിമാ നടന്റെ മകൻ്റെതായ വാർത്ത പത്രത്തിൽ വന്നു. എന്താണ് പത്രത്തിൽ അയാൾ കൊടുത്ത അഭിമുഖം? എൻ്റെ പിതാവിനോട് ദൈവം ക്രൂരത കാട്ടി. അതായത് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്ന മോഹം എൻ്റെ പിതാവിന് ഉണ്ടായിരുന്നു. അത് പടച്ചോൻ സമ്മതിച്ചില്ല. അപ്പൊ അക്രമി ആരായി? ആരായി ഇവിടെ അക്രമി? പടച്ചോനായി. എന്തേ? അങ്ങനത്തെ സാഹചര്യത്തിലെ വളർന്ന് പിന്നെ പടച്ചോൻ തന്നെയല്ലേ ക്രൂരനാകണ്ട്. അള്ളാഹു കാക്കട്ടെ. അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ആ വെണ്ടൊക്കെ ലേഖനമൊക്കെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇപ്പോഴും. നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്ക്. നേരെ മറിച്ച് ഒരു ബാപ്പ മരിച്ചു. ആ ബാപ്പാന്റെ ഉമ്മാന്റെയും മക്കൾ ഇന്നും ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്നു. മഹാനായ പൂക്കോയ പാപ്പ അള്ളാഹുവിനെ നിറഞ്ചേറ്റി കൊടുക്കട്ടെ. ആ മഹാൻ മരിച്ചപ്പോൾ കേരളം കണ്ണീരിലായി. അനാഥമാകുമെന്നാണ് വിചാരിച്ചത്. ആ സ്ഥാനത്തേക്ക് എണീറ്റാണ് നിന്നു. കേരളത്തിലെ ആയിരക്കണക്കായ മഹലിന്റെ കാദിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നിന്നു. ചെറുപ്പക്കാരനായ ഒരു കുട്ടി, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബങ്ങൾ 40 കൊല്ലം ഈ ഉമ്മത്തിന് നേരായ മാർഗത്തിൽ നയിച്ചു. വഫാത്തായി. സത്യല്ലേ? സത്യല്ലേ? കേരളം മുഴുവൻ ബാപ്പ മരിച്ചിട്ട് കരഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ മകൻ മരിച്ചപ്പോൾ ജനം മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ കരഞ്ഞു. എന്തേ? അടിച്ചു വളർത്തിയതൊന്നുമല്ല, ലാളിച്ചു വളർത്തിയ. പക്ഷെ തന്തിയും തള്ളയും നല്ലോരാണ്. അവരും തോന്നിയാസം ആ ഗർഭകാലഘട്ടത്തിൽ ചെയ്തിട്ടില്ല. അപ്പൊ ആ കുട്ടി നാശാവൂല. നാശാകൽ നന്നാകലിന്റെ പീരീഡാണ് എന്ത്? വിജയിക്കേണ്ടവരെല്ലാം പറയും ചെറുപ്പക്കാരെ, വിജയിക്കേണ്ടവരെല്ലാം ഉമ്മാടെ വയറ്റിൽ തന്നെ വിജയിക്കും. പരാജയപ്പെടേണ്ടവരെല്ലാം ഉമ്മാടെ വയറ്റിൽ തന്നെ പരാജയപ്പെടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉമ്മാടെ വയറിന്റെ കാലഘട്ടം നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോഴും പറയാറുണ്ട്, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് തിരിച്ചു വന്നോളൂ. ഇന്നലെ മാഷുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, കോഴിക്കോട്ടെ ക്ലാസ്സിൽ കൃത്യമാക്കിയിട്ടുണ്ട്. ക്ലാസ്സിന് വരുന്നവരെല്ലാം മങ്കൂസ് മൗലൂദ് കാണാതെ പഠിക്കണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഞാൻ ഈ കൊല്ലത്തോടു കൂടി സബഉൽ മുൻജിയാത്തുള്ള അടക്കമുള്ള എല്ലാ സൂറത്തുകളും ഓതുന്നതിന് പുറമെ ദിവസം എന്തോതുക? ഒരു മങ്കൂസ് 25 മിനിറ്റ് മതി മങ്കൂസ് ഓതാൻ. 25 മിനിറ്റ്. മനസ്സിലായില്ല? അത് ബുക്കിന്റെ കിതാബിന്റെ ഒന്നും ആവശ്യമില്ല. പഴയ കാലത്ത് ആളുകൾക്ക് ഇത് ഓതി എന്തുണ്ട്? പറയും എവിടെ നിന്ന് ഓടും? സുബ്ഹാനല്ലദീ യത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി സമ്മാഹു മുഹമ്മദ وأخرجه في آخر الزمان كما قدر بابنا
والبسوا خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا ففرق أعلاه هو الذي تمثل به آدم مفتخر بكونه والدا واستغاث به نوح فنجا من الردى وكان في صلب إبراهيم حين ألقي في النار فعاد وصار له مخمدا ورأته أمه آمنة حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا طلعت شمس الفلاح والهدى فسميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. روي عن النبي صلى الله عليه وسلم كان كنت نورا بين يدي الله عز وجل قبل أن يخلق آدم بألف عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم أهبطني الله في صلب آدم وجعلني في سفينة في صلب نوح وجعلني في صلب الخليل إبراهيم حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقي على سفاح قط أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي الشافع الأبطاحي. നമ്മളെ നാട് കണ്ട എല്ലാവരും ഇത് ചെയ്തോരാ. എല്ലാവരും നമ്മളെ മലയാളക്കര കണ്ടിട്ടുള്ള എല്ലാ മഹാന്മാരും അങ്ങനെയായിരുന്നു. കൃത്യമായും നിത്യമായും മങ്കൂസ് ഓതിയ ആളായിരുന്നു മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ റഹ്മഹുല്ലാഹ്, മഹാനായ സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ റഹ്മഹുല്ലാഹ്. അല്ലാഹു അവരുടെയൊക്കെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. എല്ലാവരും മറപെട്ട് കിടക്കുന്ന ബീരാനോലെ പാപ്പ മുതൽ പുതിയറയിൽ വഫാത്തായി കിടക്കുന്ന സുലൈമാൻ മൂല്യർ മുതൽ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ മരിച്ചുപോയ മഹാനാണ് അത്തിപ്പറ്റ മൈലിക്കുട്ടി മുസ്ലിയാർ. ഏത് സദസ്സ് കൂടിയാലും എന്തെല്ലാം പറയേ മങ്കൂസോടും. ഇവരൊക്കെ മഹാന്മാരല്ലാന്ന് പറയാൻ പറ്റൂല. ഇവരൊക്കെ മഹാന്മാരല്ലെങ്കിൽ പിന്നെ മഹാന്മാരാരാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം നമ്മളോട് പറഞ്ഞത്. അല്ലാഹു നിഅമത്ത് ചെയ്തവരോട് തുടരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവർക്കൊക്കെ മങ്കൂസ് മൗലൂദ് കാണാതെ പഠിച്ചിരുന്നു. ഓരേണ്ട സൂറത്തുകൾ ഓതും, തബാറക്കോട്, സബഉൽ മുൻജിയാത്ത്, എല്ലാം വാഖിഅ, യാസീൻ എല്ലാം ഓടുന്നതിന് പുറമെ രാത്രി കാലങ്ങളിലോ പകലോ അവർ എന്തോടും പറയേ 25 മിനിറ്റ്. പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പെണ്ണിന്റെ രീതികൾ മക്കളെ സ്വാധീനിക്കും. പെണ്ണ് അല്ലെങ്കിലും മാതൃഭാഷ എന്നാണല്ലോ പറയാ, പിതൃഭാഷ അല്ലല്ലോ. പിതാവിന്റെ ഭാഷയും മാതാവിന്റെ ഭാഷയും ഒന്ന് തന്നെയാണ്. എന്നാലും പറയലെന്താ? പറയേ ആ മാതൃഭാഷ. ഒരു വിവരം പഠിക്കാത്ത ആളെ ഉമ്മി എന്നറിയും, എന്താ അബവി എന്നറിഞ്ഞൂടെ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഒരു വിവരവും പഠിക്കാത്ത ആളെ മദ്രസയിലും സ്കൂളിലും അയക്കാത്ത ആളെ എന്ത് പറയും? ഉമ്മി. എന്താ ഇതിനർത്ഥം? ഉമ്മയിൽ നിന്ന് ശീലിച്ചതേ അറിയുള്ളൂ. അബവി എന്ന് പറയലില്ല, ബാപ്പേന്ന് ശീലിച്ചത് എന്ന് പറയലില്ല. എന്തുകൊണ്ട്? ബാപ്പാനേക്കാൾ കുട്ടികളെ ശീലിപ്പിക്കുന്ന ആരാണ്? ഉമ്മമാരാണ്. അപ്പൊ ഉമ്മാന്റെ നാവ് നന്നായാൽ കുട്ടികൾ നന്നാവും. ഉമ്മാന്റെ പെരുമാറ്റം നന്നായാൽ പറയേ കുട്ടികൾ നന്നാവും. ഉമ്മാന്റെ ഭാഷ മോശമായാൽ പറയേ കുട്ടികൾ മോശമാവും. ഉമ്മാന്റെ പെരുമാറ്റം മോശമായാൽ കുട്ടികൾ മോശമാവും. ഉമ്മാന്റെ കാര്യം നല്ലതാണെങ്കിൽ കുട്ടികൾ നന്നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതന്നെ. അല്ലാതെ മദീന അങ്ങാടിയിലെ പുളിവടിയൊക്കെ എടുത്തിട്ട് അടിച്ച് പഠിപ്പിച്ചതല്ല. ഹസനെയും ഹുസൈനെയും ഒറ്റത്തല്ലി തച്ചതായി ഹദീസിലില്ല. ഒരു അല്ലാച്ച ഹദീസിലില്ല. ഏത് കുട്ടികള് പറയേ? ഏത് കുട്ടികള്? ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കുട്ടികളാരാ? ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. അങ്ങനെയല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ രണ്ട് കുട്ടികളെയും ഹബീബായ റസൂലുള്ളാഹി ലാളിച്ച് വളർത്തി. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു രാത്രി ഞാൻ റസൂലുള്ളാഹിന്റെ വാതിൽ പോയി തട്ടി. ഒരു അത്യാവശ്യ കാര്യം നബിയോട് പറയാനുണ്ടായിരുന്നു. അങ്ങനെ വാതിൽ തട്ടിയപ്പോൾ റസൂലുള്ളാഹി രാത്രി വാതിൽ തുറന്നു. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ഭാഗവും തടി കൂടിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ പുറത്ത് നിൽക്കുക, റസൂലുള്ളാഹി ഉള്ളിൽ നിൽക്കുക, ഞങ്ങൾ സംസാരിക്കുക. ഈ രണ്ട് ഭാഗത്തും തടി കൂടിയതുപോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ നബിയോട് എന്റെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു, നബി എന്റെ ഈ ഭാഗത്ത് എന്റെ വല്ല സോക്കളും ഉണ്ടോ? അപ്പൊ റസൂലുള്ളാഹി വിരിപ്പൊന്നിങ്ങനെ
വല്യാപ്പാൻ അങ്ങനെ പിടിച്ചിരിക്കുക. വല്യാപ്പ നിന്ന് വർത്താനം പറയാം, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോഴും റസൂലുള്ളാഹിന്റെ രണ്ട് സൈഡിലും പറ്റി പിടിച്ചിരുന്ന് തമാശ കാട്ടുകയാണ് ആര്? ഹസനും ഹുസൈനും. ഇങ്ങനെ ലാളിച്ച് വളർത്തിയ കുട്ടികളല്ലേ ഈ കുട്ടികൾ. ദുനിയാവിൽ അള്ളാഹ്ക്കെതിരായ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ആ കുട്ടികളെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ആ കുട്ടികളെ അടിച്ചു വളർത്തിയതും അല്ല. അടിക്കരുത് എന്നല്ല പറഞ്ഞതിന് മൈന, അടിക്കേണ്ടി എന്നാൽ അടിക്കാം. പക്ഷെ ആ കുട്ടികളെ അടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അടിക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ നന്മയാണ് ആര് കാണിച്ചു കൊടുത്തത്? ബാപ്പയമ്മയും. ഉമ്മാന്റെ വയറ്റിൽ തന്നെ വിജയിച്ചു പോന്നു. കാരണം ആ ജാതി വയറാണ് ആ വയറ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫൾഫർ ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണുണ്ടെങ്കിൽ നിനക്ക് ജയിക്കാം. അപ്പോൾ എന്തുകൊണ്ട്? അവളെ വയറ്റിലിട്ട് വളർത്തിയ കുട്ടി നാളെ എനിക്ക് ഉപകരിക്കും. മനസ്സിലായില്ല? ഫൾഫർ ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണ് നിന്റെ ഭാര്യയായാൽ നിനക്ക് ജയിക്കാം. ദീനുള്ള ആണ് നിന്റെ ഭർത്താവായാൽ ജയിക്കാം എന്ന ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനുണ്ട്. എങ്ങനെ? ദീനുള്ള പെണ്ണിനെ കിട്ടിയാൽ ജയിക്കാം. അതെങ്ങനെയാ? ബാപ്പാക്ക് നേരം വെളുത്താലും വൈകുന്നേരം ആയാലും പായേണ്ടി വരും. കുട്ടികളെ പരിശീലിക്കുന്നത് ആരാ? ഉമ്മ. കുട്ടികളെ ഭാഷ ആരെ ഭാഷയാണ്? ഉമ്മാന്റെ ഭാഷ. കുട്ടികളെ ദീന് ആരെ ദീനാണ്? ഉമ്മാന്റെ ദീനാണ്. മൂല്യര് ബാപ്പ മൂല്യരായിട്ടും കാര്യമല്ല. നാട്ടുകാർ കാണുന്ന പോലെ എങ്ങനെ മൂല്യരെ കാണുന്നേ ഉള്ളൂ. മനസ്സിലായി പറഞ്ഞത്? അതിന്റെ അപ്പുറം കുട്ടികൾക്ക് അറിയില്ല. നേരെ ചുമ്മാ അങ്ങനെയല്ല. ഉമ്മ ഏത് മൂല്യര പെണ്ണുങ്ങളാണെങ്കിലും മൂല്യര മക്കളാണെങ്കിലും കുട്ടികളെ സ്വാധീനിക്കൽ മൂല്യരല്ല, ബാപ്പയല്ല. ആരാണ്? ഉമ്മയാണ്. ഉമ്മാക്കേ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുള്ളൂ. സ്വരാവും പകല് കുട്ടികളെ. അപ്പം ഉമ്മാന്റെ ഭാഷ നന്നായി ആ കുട്ടികൾ നന്നാവും. ഉമ്മാക്ക് ആരും കാണാതെ സ്വകാര്യമായി ആർക്കെങ്കിലും ഫോൺ ചെയ്യണ പരിപാടി ഉണ്ടെങ്കിൽ ആ കുട്ടി നീ നാശാന്ന് പറഞ്ഞ കാര്യമല്ല. ആ കുട്ടി സ്വന്തം പുതിയ പള്ളിനെ പറ്റിക്കും. കാരണം പണി ആരെടുത്തിട്ടുണ്ട്? ആ ഉമ്മ എടുത്തിട്ടുണ്ട്. السعيد من سعد في بطن أمه والشقي من شقي في بطن أمه. കൂടുതൽ വർത്തമാനം പറയേണ്ടതില്ല, എന്നിട്ടുന്നില്ല, അവസാനിപ്പിക്കണം. മങ്കൂസ്